ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ക്ലോസ് ചെയ്ത് വെച്ച ഫൗണ്ടനിൽ നിന്ന് വെള്ളം എങ്ങനെ പുറത്തേക്ക് വരുന്നേ? എന്റെ അമ്മേ! ചേടാ, ഇത് വലിയ പ്രശ്നമായല്ലോ. ഇപ്പോഴാണല്ലോ അത് പൊട്ടിയത്. പിന്നെങ്ങനെ അത് ശരിയായത്? രുദ്ര! രംഗിലയോ, എന്തായിരിക്കും പ്രശ്നം? എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? ഹായ് ഗൈസ്. ഹായ് രുദ്ര. ഹായ് മറീന. എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഹായ് മറീന, നിനക്ക് മറ്റൊരു രീതിയിലും വന്ന് ലാൻഡ് ആവാൻ അറിയില്ലേ? വാ, നമുക്ക് ആ ചെയറിലിരുന്ന് സംസാരിക്കാം. ഇങ്ങനെ കയ്യിലിരുന്ന് എത്ര നേരം സംസാരിക്കാൻ പറ്റും? എന്ത് പറ്റി മറീന? എന്ത് ടെൻഷനുള്ള പോലെ? കാര്യം പറയൂ. രുദ്ര, ഞാൻ നിന്നെ അർജന്റായി കാണാൻ വന്നതാണ്. ഞങ്ങളുടെ മെർമെയ്ഡ് ലാൻഡിൽ സീ പൈററ്റ്സ് വന്നിരിക്കുകയാണ്. സീ പൈററ്റ്സോ? അവരെന്തിനാ മെർമെയ്ഡ് ലാൻഡിലേക്ക് വന്നത്? അതറിയില്ല. എന്നാൽ അവരുടെ ലീഡറിന്റെ പേര് ഫിഷായി എന്നാണ്. അവൻ വെള്ളത്തിലിറങ്ങിയാൽ അവന് ഒറ്റ കണ്ണേയുള്ളൂ. അവൻ പുറത്തു വന്നാൽ 2 കണ്ണുകളുണ്ടാവും. അവൻ ഞങ്ങളുടെ കടലിനടിയുള്ള ആ ഗജൻ അടിച്ചു മാറ്റാൻ കറന്റ് പാസ് ചെയ്ത് എല്ലാവരെയും അവിടുന്ന് ഓടിപ്പിച്ചിരിക്കുക. എന്റെ അച്ഛനും അമ്മയ്ക്കും പോലും അവനോട് ഏറ്റുമുട്ടാൻ പറ്റുന്നില്ല. ആരാ നീ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെ നീ അറ്റാക്ക് ചെയ്യും? ആ പൈററ്റ് വളരെ ഡേഞ്ചറസ് ആണ് രുദ്ര. ഞങ്ങൾക്ക് തനിച്ച് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളെ സഹായിക്കൂ. അവനിൽ നിന്നും മെർമെയ്ഡ് ലാൻഡിനെ രക്ഷിക്കൂ. ഡോണ്ട് വറി മറീന, ഞങ്ങൾ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. കൂട്ടുകാർ തമ്മിൽ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരെ സഹായിക്കാം? ഈ ബൈസ്കാസക്കും ബ്രദോ. താങ്ക് യു ഫ്രണ്ട്സ്. വരൂ, നിങ്ങളെ ഞാൻ മെർമെയ്ഡ് ലാൻഡിലേക്ക് കൊണ്ടുപോകാം. ചേടാ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവന്മാര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വേഗം ചെയ്യേ. എപ്പോഴും ഇതുപോലെ സന്ദർഭം കിട്ടില്ല. ഇവിടെയുള്ള മൊത്തം ഖജനാവും നമുക്ക് എടുത്തുകൊണ്ട് പോയേ പറ്റൂ. ജീവിതകാലം മുഴുവൻ നമുക്ക് റിലാക്സ് ആയിരുന്നു എൻജോയ് ചെയ്യാവുന്നതാണ്. അങ്ങോട്ട് നോക്കൂ രുദ്ര, ആ പൈററ്റ്സ് എല്ലാ ഖജാനയും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഡൈവേഴ്സ് സാധാരണ മനുഷ്യരാണ്. നമുക്ക് അവരെ എളുപ്പത്തിൽ തടഞ്ഞു നിർത്താൻ പറ്റും. നമ്മൾ മജീഷ്യൻസ് ആണെന്നുള്ള കാര്യം അവരെ അറിയരുത്. പിന്നെ അത് നമുക്ക് അപകടമായിട്ട് മാറും. എക്സ്ക്യൂസ് മീ അങ്കിൾ, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം വളരെ അപകടമുള്ളതാണ്. ആരാണ് നീ? എന്റെ പേര് ഫിഷായ്. എനിക്ക്
ഫിഷിനെ പോലെ വെള്ളത്തിനടിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ നിന്നെ കണ്ടിട്ട് മനുഷ്യനെ പോലെ ഉണ്ടല്ലോ. വെള്ളത്തിനടിയിൽ നീ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? ഞാൻ ഒരു ഫിഷ് ബോയ് ആണ്. ഞാൻ മെർമെയ്ഡ്സിന്റെ ഫ്രണ്ട് ആണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ഇങ്ങനെ മോഷ്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്നെ തടഞ്ഞു നിർത്തുമ്പോടാ ചെക്ക. എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഈ കൊച്ചു ചെക്കൻ ഫിഷ് ബോയ് നമ്മളെ തടഞ്ഞു നിർത്താൻ വന്നിരിക്കുകയാണ്. രുദ്രയുടെ പ്രായത്തെയും പിന്നെ രുദ്രയുടെ ശക്തിയും നിങ്ങൾ സംശയിക്കരുത്. കൊള്ളാം, കലക്കി രുദ്ര. ശരിക്കും നീ ശക്തിശാലിയാണെന്ന് ഞാനിത് സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ഞാനും ഒരു ഫിഷ് മാൻ ആണ്. പക്ഷെ എന്റെ ഉള്ളിൽ നിന്നെ പോലെ ശക്തി ഒന്നുമില്ല. പക്ഷെ ഉള്ളത് എന്താണെന്ന് അറിയാമോ? അത് ഒട്ടും കുറവല്ല. Ibaiska was Polito. നീ എന്നെ തല്ലിയല്ല രുദ്ര. ഇനി നീ രക്ഷപ്പെടില്ല. ആഹാ, അപ്പോ ടോട്ടൽ ടീമും ഇവിടെ ഉണ്ടല്ലേ? രുദ്ര, നമ്മൾ ഓടി രക്ഷപ്പെടുന്നത് നല്ലത്. അതാ നല്ലതെന്ന് തോന്നുന്നു. ഒറ്റയടി കൊണ്ട് ബീരുവിനെ പോലെ ഓടിപ്പോകുന്നത് കണ്ടില്ലേ? എന്ത് ചെയ്യാനാ? നിന്റെ സേനാധിപതി വളരെ വീക്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആ പൈലറ്റ്സ് ഭയങ്കര അപകടകാരിയാണ്. ഒരുപക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഹലോ കിങ്, ഹലോ ക്വീൻ. അല്ല, ഇതാര്? രുദ്രയോ? വെൽക്കം രുദ്ര. താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങളെ സഹായിക്കാൻ നീ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു രുദ്ര. നിന്റെ മാജിക് പവർ ഉപയോഗിച്ച് പ്ലീസ് അവരെ ഇവിടുന്ന് ഓടിക്കോ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാം ക്വീൻ. പക്ഷെ മാജിക്കൽ പവർ ഉണ്ടെന്നുള്ള കാര്യം ഫിഷായി ഒരിക്കലും അറിയരുത്. അല്ലെങ്കിൽ പിന്നെ അവൻ ഞങ്ങളെ അന്വേഷിച്ചു വരും. പുറകെ തന്നെ വേറെ പ്രശ്നങ്ങളും വരും. ചേടാ, ഇത് സംഗതി കൊള്ളാലോ. നിങ്ങൾ ഇരുന്ന് പ്ലാൻ റെഡിയാക്ക്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കാന്നേ. രുദ്ര, വരുൺ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ. നീ ഫിഷ് ഫ്രൈ ചെയ്യൂല്ലേ? നിനക്ക് ഞാനിപ്പോ വെച്ചിട്ടുണ്ടാ, നോക്കിക്കോ. അല്ല, എന്താ പറ്റിയത്? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു പോയോ? ഇവരൊക്കെ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൂടെ? നീ ഇപ്പൊ ഫിഷ് ലാൻഡിലാ ഉള്ളത്, എന്നിട്ടാണ് ഫിഷ് ഫ്രൈയെ കുറിച്ച് പറഞ്ഞത്. അവരിപ്പോ പടയെടുത്ത് വന്നിരിക്കുക. സോറി ലിറ്റിൽ ക്യൂട്ട് ഫിഷസ്. ഞാൻ അർത്ഥത്തിലല്ല പറഞ്ഞത്. ടാങ്കിൽ അല്പം സ്ലിപ്പായി പോയതാ. ഞാൻ ഫിഷ് ഫ്രൈ അല്ല, ഡിഷ് ഫ്രൈയാ പറഞ്ഞത്. രുദ്ര, ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാനൊരു വെജിറ്റേറിയൻ ആണ്. എന്നോട് ക്ഷമിക്ക്, വിട്ടേക്ക്. ഇനി ഒരിക്കലും ഞാൻ ആ വാക്ക് പറയില്ല. എന്നെ വിട്ടേക്ക്. മീനിനെ തിരിഞ്ഞു പോലും നോക്കില്ല. മതി മതി, കളി അങ്ങ് നിർത്ത്. അവനെ വിട്ടേക്ക്. അവൻ ഓടിയത് കണ്ടില്ലേ? കളി തമാശക്ക് മതിയാക്കാം. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. നാളെ നേരം വെളുക്കുന്നവരെ കാത്തിരിക്കണം. ഷിപ്പിന്റെ എഞ്ചിനിൽ തീ വെച്ച് കഴിഞ്ഞാൽ ഫിഷായിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാം. അവന് പോകാൻ ഷിപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവൻ രക്ഷപ്പെടുക? അന്തർ മന്തർ കാലിക്കലന്തർ. എത്രയും പെട്ടെന്ന് ഷിപ്പിനകത്ത് മുഴുവൻ തീ വെക്ക്.
മാജിക് ചെയ്താൽ അത് എന്റെ അടുത്തേക്ക് വരുമെന്ന് നിനക്ക് അറിയില്ലേ മൈര? എപ്പോഴും എന്തിനാ എന്നെ ടോർച്ച് ചെയ്തത്? മൈര, ഇനി ഞാൻ മാജിക് ചെയ്യും. നീ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഷിപ്പിൽ തീ പിടിച്ചു. ഷിപ്പിന് തീ പിടിച്ചെന്നോ? അയ്യോ, വേഗം എല്ലാവരും രക്ഷപ്പെടൂ. പെട്ടെന്ന് ഓടി രക്ഷപ്പെടൂ. അയ്യോ. കപ്പൽ മൊത്തം തീ പിടിച്ചിരിക്കുക. അയ്യോ, പെട്ടെന്ന് അടയ്ക്കണേ. വേഗം ചെല്ല്, കടലിലേക്ക് എടുത്ത് ചാട്. ജീവൻ രക്ഷിക്കാൻ ചാടിക്കോ. അയ്യോ, രക്ഷിക്കണേ. രക്ഷിക്കൂ. ബോസ്, ബോസ്, ഷിപ്പ് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ്. എന്ത്? കപ്പലിൽ തീ പിടിച്ചെന്നോ? എങ്ങനെയാ അത് സംഭവിച്ചത്? ഒരു ജോലി പോലും നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ അറിയില്ലടാ. ഞാനിതാ വരുന്നു. നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് മുത്തുകൾ പെട്ടിയിൽ നിറച്ചു വെക്കൂ. എനിക്കൊരു അത്യാവശ്യമുണ്ട്. ഞാനൊന്ന് മുകളിലേക്ക് പോയിട്ട് വന്നേക്കാം. ഹലോ അങ്കിൾ, എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? ഒരുപാട് സമയമായിട്ട് ജോലി ചെയ്യല്ലേ? കുറച്ച് സമയം റെസ്റ്റ് എടുത്തൂടെ? എന്നാ പഠിച്ചോളൂ. ഇത്ര വലിയ വോൾസോ എവിടുന്നാണ് ഇതൊക്കെ വന്നത്? അത് നമ്മുടെ പുറകെ മിസൈല് പോലെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. ഓടിക്കോ. അതൊരു മെറ്റൽ ബോൾ ആയിരുന്നു. ലിഫ്റ്റോ. ബോസ്, ആ ചെക്കൻ രുദ്ര ഇവിടെ ഉണ്ട്. ഖജനാവ് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഇല്ല, ആ ചെക്കൻ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. കപ്പലിൽ തീ വെച്ചിട്ട് താഴെയുള്ള ഖജനാവ് അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും താഴേക്ക് ചെല്ല്. നമ്മുടെ ഖജനാവ്. സബാഷ് രുദ്ര. ഇതെല്ലാം സംരക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട് രുദ്ര. ടോട്ടൽ ഖജനാവ് രക്ഷിച്ചിരിക്കുകയാണ്. ഇനി അവന്മാർക്ക് മുത്തന്റെ ഒരു അംശം പോലും അവർക്ക് കിട്ടുകയില്ല. രുദ്ര, ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞു രുദ്ര. നീ എന്താ വിചാരിച്ചത്? എന്റെ കണ്ണും വെട്ടിച്ച് നീ ഖജനാവ് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചോ? ഞാനത് നോക്കി നിൽക്കുമെന്ന് കരുതിയോ? കൂടുതലൊന്നും സംസാരിക്കേണ്ട. നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. എന്നെ ഭീഷണിപ്പെടുത്തുന്നു. തിരിച്ചു പോകുന്നത് ഞങ്ങളായിരിക്കും. ഈ ഖജനാവ് എന്റേതാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത്. ഇന്നാ പിടിച്ചോ.
നിന്റെ ശക്തിയെ ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ജന്മം മുഴുവൻ നീ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഞാൻ പോകുന്നു. നിധി നിറച്ച ആ പെട്ടികളെയും ഞാൻ എടുത്തുകൊണ്ടു പോവുകയാണ്. ബൈ. ഈ ബൈസ്കാ കേജ് ഡിസപ്പിയറോ. കിങ്, ഇന്ന് ഞാൻ ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം. ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫിഷയെ ഒരു പാഠം പഠിപ്പിക്കണം. വലിച്ചു കേറ്റ്. ഹലോ ഫിഷ. മര്യാദയ്ക്ക് ആ ഖജനാവ് തിരിച്ചു തന്നേക്ക്. കളിച്ചത് മതി. കണ്ടോ രുദ്ര, എല്ലാ മീനുകളും നിൽക്കട്ടെ. ചെന്നാ ചെക്കനെ അറ്റാക്ക് ചെയ്യൂ. ഈ ഒരു സിറ്റുവേഷനിൽ മാജിക് ചെയ്യാതെ രക്ഷപ്പെടാനാവില്ല. ഈ ബൈസ്കാ സക്കും കൺട്രോളു. ചെന്ന് ഫിഷയെ അറ്റാക്ക് ചെയ്യാ. ഞാനാ പറയുന്നത്, അവനെ നശിപ്പിക്കേ. Swordfish, I command you, go. ചെല്ല്. ഇതെന്താ സംഭവിക്കുന്നേ? ഇതെന്താ? ആദ്യമായിട്ടാണ് ഈ ഫിഷുകൾ എന്റെ കമാൻഡ് കേൾക്കാതെ പോകുന്നത്. ഫിഷായി മാൻ, ഇപ്പോഴെങ്കിലും തോൽവി സമ്മതിക്ക. ആ കുട്ടികൾ നമ്മുടെ ഖജനാവ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. തടഞ്ഞു നിർത്തൂ. അത് നമ്മുടെ കൈവിട്ട് പോകരുത്. ഫിഷ് നിൽക്കൂ. ചെല്ല്, രുദ്രയെ ചെന്ന് അറ്റാക്ക് ചെയ്യ്. ഇൽഫിഷ്, അവന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്ക്. അവനെ കൊന്നേക്ക്. നിങ്ങളുടെ കറന്റ് പവർ മുഴുവനും ഞാൻ എന്റെ ശരീരത്തിൽ ശേഖരിക്കാണ്. ഈ ബൈസ്കാ ബൂം ചിക് ചിക് ബൂം. ഈ ബൈസ്കാ സക്കു മേക്സ് ബൂം.
ഈൽ ഫിഷിന്റെ കരണ്ട് വെച്ച് എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് അവൻ. എന്റെ ശക്തികളെല്ലാം ഇല്ലാതാക്കിയിരിക്കുകയാണ്. രുദ്ര നീ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ പവേഴ്സ് എല്ലാം എവിടെയാ പോയത്? ആരാണ് നീ? എന്നോട് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അങ്കിൾ. അങ്ങനെ ചോദിച്ചാൽ തല കറങ്ങും. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല, ഈ മെർമെഡ് ലാൻഡ് ഓർമ്മയുണ്ടാവില്ല. ഈ ബൈസ്ക മെമ്മറി വാഷിറ്റോ. നമ്മളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യൂ. രാത്രിക്ക് മുൻപ് നമുക്ക് വീട്ടിൽ ചെന്നെത്തണം. താങ്ക് യു സോ മച്ച് രുദ്ര. നീ ആ പൈറേറ്റ്സിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി രക്ഷിച്ചിരിക്കുകയാണ്. താങ്ക് യു രുദ്ര. എന്നാ പിന്നെ നമുക്കൊരു പാർട്ടി ഓർഗനൈസ് ചെയ്താലോ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫിഷ് ഫ്രൈ ഡിഷ് ഫ്രൈ റെഡിയാക്കാം.